ഡോക്ടർ ഗോവൻ ഞങ്ങൾ തീയരെയൊക്കെ ഇസ്ലാമിസ്റ്റുകളും തീവ്രവാദികളൊക്കെ ഞങ്ങൾ പാകിസ്ഥാനിൽ പോണ്ടി വരുമോ എന്ന് മാത്രമാണ്. ഗോവൻ സാർ ഞങ്ങളെ ഒന്നും സഹായിക്കാൻ, ഞങ്ങൾ പാവപ്പെട്ട തീയന്മാരാണ്. എൻ്റെ അച്ഛൻ തീയനായിരുന്നു, അമ്മ തീയത്തിയായിരുന്നു. അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കണം എന്ന് മാത്രമാണ്. ഒന്ന്, ഈ ചർച്ചയിൽ 5 പേരുണ്ട്. ഒരു കോൺഗ്രസ് പ്രതിനിധി, ഒരു ഹിന്ദു തീവ്രവാദത്തിന്റെ പ്രതിനിധി, ഒരു ഇസ്ലാം തീവ്രവാദത്തിന്റെ പ്രതിനിധി, പിന്നെ ഡോക്ടർ പി കെ ഗോപൻ ഈ രൂപത്തിൽ അതിഥികളെ അപമാനിക്കാൻ അങ്ങേക്ക് പറ്റില്ല, അത് ചെയ്തുകൂടാ. മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ പി ചേക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടാണ് എന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അല്ല, സ്മൃതി സംസാരിക്കാൻ സമ്മതിക്കുന്നത് നിങ്ങൾ ഇടയ്ക്ക് ഇടപെടുന്ന നിങ്ങൾ കുറെ നേരമായിട്ടുള്ള ഈ വാചകം അടിക്കുന്നത്. ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയണം. അങ്ങ് അധിക്ഷേപിച്ച സ്ഥിതിക്ക് ശ്രീ എൻ പി ചെക്കുട്ടിക്കും സംസാരിക്കാൻ, അദ്ദേഹം പറഞ്ഞത് കേട്ട ശേഷം പോകുക, അതാണ് അതിന്റെ ഒരു മര്യാദ. ശ്രീ എൻ പി ചെക്കുട്ടി അങ്ങയെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ അങ്ങയുടെ മൊത്തം ഐഡന്റിറ്റി ഇപ്പോൾ പറയേണ്ട ഒരു സ്ഥിതി കൂടിയാണ്. പറഞ്ഞേക്കോ, ഒന്ന് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്കോ. ഹെഡ്സെറ്റ് ഊരിപ്പോയാലും അങ്ങേക്ക് കാണാമല്ലോ, ഇനി കേൾക്കാമല്ലോ. ഡോക്ടർ ഗോവൻ അതിനൊരു മര്യാദ കാണിക്കൂ ശ്രീ ഗോപൻ. കേട്ടിട്ട് പോകും. ഡോക്ടർ ഗോവൻ ഞങ്ങൾ തീയരെയൊക്കെ ഇസ്ലാമിസ്റ്റുകളും തീവ്രവാദികളൊക്കെ ഞങ്ങൾ പാകിസ്ഥാനിൽ പോണ്ടി വരുമോ എന്ന് മാത്രമാണ്. ഗോവൻ സാർ ഞങ്ങളെ ഒന്നും സഹായിക്കാൻ, ഞങ്ങൾ പാവപ്പെട്ട തീയന്മാരാണ്. എൻ്റെ അച്ഛൻ തീയനായിരുന്നു, അമ്മ തീയത്തിയായിരുന്നു. അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കണം എന്ന് മാത്രമാണ്. സത്യത്തിലെ ഇവരെ ഈ അന്തംകമ്മികൾ എന്ന് വിളിച്ചവരുണ്ടല്ല, ആ വിളിച്ച ആളുകൾക്ക് ഒരു പുരസ്കാരം കൊടുക്കല് അത് അനിവാര്യമാണ് എന്നുള്ളതാണ്. എന്തൊരു അന്തംകമ്മികളാണ്, ഇങ്ങനെയുണ്ട് അന്തംകമ്മികൾ. വെറുതെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, പാർട്ടിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചാനലിൽ വലിഞ്ഞു കയറിയിട്ട് ഈ തീവ്രവാദി ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? എന്തൊരു അധപ്പതനാണ് ഈ പാർട്ടിന്റെ ഒരു കഷ്ടകാലം എന്നല്ലാതെ. ഇതിലുള്ള നേതാക്കന്മാർ മുഴുവൻ ഈ ഒരു രോഗികളാണോ? ഇങ്ങനെയുള്ള രോഗികളാണോ ഈ തീവ്രവാദ രോഗികൾ? ഇതിന് പാർട്ടി ശരിക്ക് ചികിത്സിച്ചിട്ടില്ല എങ്കിലല്ല ബംഗാളിന്റെ അവസ്ഥ ഈ പാർട്ടിക്ക് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും.